ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഏകദേശം 236 കോടി രൂപ വിൻ ചെയ്ത ഇന്ത്യക്കാരൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത് വിൻ ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം ഓൺലൈനായിട്ടാണ്, അതായത് തമിഴ്നാട്ടിൽ ഇരുന്നിട്ട് ഗൾഫ് ലോട്ടറി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അദ്ദേഹത്തിനാണ് ഒന്നാം സമ്മാനമായിട്ട് 100 മില്യൺ ദിർഹം, അതായത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 235 കോടി രൂപയുടെ അടുത്താണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ്, ടാക്സ് എത്ര പേ ചെയ്യണം, മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാം രാജഗോപാലൻ എന്നാണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം ഗൾഫിലായിരുന്നു. ഗൾഫിൽ ആയതിനു ശേഷം ഇന്ത്യയിലേക്ക് വന്ന് അവിടെ നിന്ന് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന്. ഓൺലൈനായിട്ട് ലോട്ടറി എടുക്കുന്നത് 100% ലീഗലാണ്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെയാണ് ഈ ഓൺലൈൻ ലോട്ടറി എടുത്ത് വിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലിരുന്ന് നമുക്ക് ഏത് ലോട്ടറി, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഏത് ലോട്ടറിയും നമുക്ക് എടുക്കാം. അത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. അതിനൊരു നിയമ തടസ്സങ്ങളും ഇല്ല. അപ്പോൾ US പവർബോൾ ആയാലും US മെഗാ മില്യൺ ആയാലും ഏത് ഇൻ്റർനാഷണൽ ലോട്ടറി ആയാലും നമുക്ക് എടുക്കാം. നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല സൈറ്റിൽ നിന്ന് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എടുത്ത് എമിറേറ്റ്സ് ഡ്രോ എന്ന് പറയുന്ന ലോട്ടറിയാണ്. എമിറേറ്റ്സ് ഡ്രോയിലുള്ള മെഗാ 7 എന്ന് പറയുന്ന ലോട്ടറിയാണ്. അതിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് വരുന്നത് 37 ആണ്. 37 നമ്പറിൽ 7 നമ്പർ മാച്ച് ചെയ്യണം. അതെന്ന് പറയുന്നത് 7 നമ്പർ മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് 5 നമ്പർ ഒക്കെ മാക്സിമം മാച്ച് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷേ 7 നമ്പർ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികം പാടാണ്. അതുമാത്രമല്ല, വല്ലപ്പോഴും മാത്രമേ ഈ 7 നമ്പർ മാച്ചായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ലോട്ടറിയാണ് ഇദ്ദേഹത്തിന് അടിച്ചത്. വളരെ ഭാഗ്യവാനായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ വിൻ ചെയ്തത്. എമിറേറ്റ്സ് ഡ്രോയുടെ ഓഫീസിൽ നിന്ന് കോള് വന്നത്. അദ്ദേഹം പറയുന്നത് ആ സമയത്ത് അദ്ദേഹം ഷോക്കായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാങ്കിനെ അറിയിക്കുകയാണ്, അതായത് ഏത് ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബാങ്കിനെയാണ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്. ആ ബാങ്കിൽ അറിയിക്കുകയാണ്. ആ ബാങ്ക് അതിനുശേഷം RBIക്ക് അപ്രൂവലിന് കൊടുക്കും. അങ്ങനെ അപ്രൂവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ടാക്സ് നമ്മൾ പിടിക്കണമെന്നും, അതായത് ടാക്സ് എത്ര ഗവൺമെൻറ് എടുക്കും എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. അതിൽ ഇദ്ദേഹം ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞത്. പക്ഷേ അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് ഇൻ്റർനാഷണൽ ലോട്ടറി വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുത്. കാരണം ഇതിൻ്റെ പകുതി നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. 100 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 40-45 കോടി എടുത്തെങ്കിലും നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരു കാരണവശാലും നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. പിക് 2, മെഗാ 7, ഫാസ്റ്റ് 5, EC6, പിക് 1. അതിൽ മെഗാ 7 ആണ് അവരെടുത്തത്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് വിന്നിങ് ചാൻസ് വളരെ കുറവാണ്. പക്ഷേ വിന്നിങ് ചാൻസ് കുറയുന്നതനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ട്, അതായത് ജാക്ക്പോട്ട് എമൗണ്ട് കൂടും. അത് എല്ലാ ലോട്ടറിലും അങ്ങനെ തന്നെയാണ്. പിന്നുള്ളത് ഫാസ്റ്റ് 5 ആണ്. ഫാസ്റ്റ് 5 ആണെങ്കിൽ നമുക്ക് ഏകദേശം 42 നമ്പേഴ്സ് ഉള്ളൂ. 42 നമ്പേഴ്സിൽ നിന്ന് നമ്മൾ 5 നമ്പർ മാച്ച് ചെയ്യേണ്ടത് നമുക്ക് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 25,000 ദിർഹം വെച്ചിട്ട് 25 കൊല്ലത്തേക്ക് എല്ലാ മാസവും 25,000 വെച്ചിട്ട് ലഭിക്കും. അപ്പോൾ അത് വളരെ നല്ല ലോട്ടറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കാവുന്നതാണ്. അപ്പോൾ 5 നമ്പർ മാച്ച് ആവുന്ന ലോട്ടറികളാണ് നിങ്ങൾ കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് പുറമെ ഫാസ്റ്റ് 5 പുറമെ നമ്മൾ ഇൻ്റർനാഷണൽ വേറെ നോക്കുകയാണെങ്കിൽ ഇറ്റലിയുടെ ലോട്ടറികളൊക്കെ 5 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ പോളണ്ടിൻ്റെ ലോട്ടറികൾ, അങ്ങനെ കുറേ ലോട്ടറികളുണ്ട്. ലോട്ടറിൽ ചെക്ക് ചെയ്താൽ നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, US മെഗാ മില്യൺ 5 നമ്പറിന് ഏകദേശം 45 കോടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലോട്ടറികളൊക്കെ 5 നമ്പറിന് നമുക്ക് ചാൻസ് കിട്ടുന്ന ലോട്ടറികൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം അത് വിന്നിങ് ചാൻസ് വളരെ കൂടുതലാണ്. ബാക്കി 6 ആയാലും 7 ആയാലും നമുക്ക് വിന്നിങ് ചാൻസ് വളരെ കുറവായിട്ടുള്ള ലോട്ടറികളാണ്. ഏകദേശം 1,200 രൂപ ടാക്സ്, ഇതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് അടക്കം 1,200-1,300 രൂപ വരും ഈ മെഗാ 7 എന്ന് പറയുന്ന ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ടാക്സ് ഇവർക്ക് എത്ര എമൗണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കിട്ടും എന്ന് കാര്യങ്ങൾ നോക്കാം. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ പോയി നോക്കിയിട്ട് നമുക്ക് കാണാം. നമുക്ക് അസസ്മെൻറ്റ് ഇയർ 2025-26 കൊടുക്കാം. ടാക്സ് പെയർ ഇൻഡിവിജ്വൽ അദ്ദേഹത്തിനൊരു 60 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവുന്ന വിചാരിക്കാം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല, ഇതിൻ്റേത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രാൻസാക്ഷൻ റേറ്റ് വെച്ചിട്ട് ഏകദേശം 236 കോടി രൂപയാണ് ഇതിന് ഒന്നാം സമ്മാനം വരുന്നത്. 100 മില്യൺ ദിർഹം എന്ന് പറയുമ്പം 236 കോടി രൂപയാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ് ഈ ലോട്ടറിക്ക് വരുന്നത്. ലോട്ടറി വിന്നിങ്സ് അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ള വിന്നിങ്സ്, അതിനൊക്കെ സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ് വരുന്നത്. അതിൻ്റെ ടാക്സ് റേറ്റ് നോക്കാം. അതായത് ടാക്സ് വരുന്നത് ഏകദേശം 70,76 ലക്ഷം രൂപയാണ്. പിന്നെ സർചാർജ് വരുന്നത് ഏകദേശം 17,69 ലക്ഷം രൂപയാണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത് 3,53 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ വരുന്നത് ഏകദേശം 91,99,97,000. അതായത് ഏകദേശം 92 കോടി രൂപയാണ് ടാക്സ് വരുന്നത്. അതായത് 236 കോടി രൂപയിൽ നിന്ന് 92 കോടി കഴിച്ചിട്ടുണ്ടെങ്കിൽ 144 കോടി രൂപ മാത്രമേ ഉള്ളൂ ഇവർക്ക് കിട്ടുള്ളൂ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, 92 കോടി രൂപ ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഗൾഫ് ലോട്ടറി ആയാലും
ഏത് ഇൻ്റർനാഷണൽ ലോട്ടറി ഏതെടുക്കാമല്ലോ. അപ്പോൾ ലോട്ടറിലാണെങ്കിൽ നിങ്ങൾ US മെഗാ മില്യൺ പവർ ബോളൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും. വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ആ കൺട്രിയിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ലോട്ടറി എമൗണ്ട് അവിടെ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ടാക്സ് സേവ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ വഴികൾ നിങ്ങൾ CA അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് 92 കോടി രൂപ ഇവർ ടാക്സ് ആയിട്ട് പേ ചെയ്യണം. ബാക്കി ലഭിക്കുന്നത് 154 കോടി രൂപയാണ്. 154 കോടി രൂപ പറഞ്ഞാൽ വളരെ ഹ്യൂജ് എമൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ എത്ര ചിലവാക്കിയാലും തീരാത്തൊരു എമൗണ്ടാണ് 154 കോടി രൂപ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അയാൾ വലിയ ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓൺലൈനായിട്ട് എടുത്ത ലോട്ടറിയാണ്. ഓൺലൈനായിട്ട് ലോട്ടറി എടുക്കുന്നത് ലീഗലാണ്, 100% ലീഗലാണ് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും എടുക്കുക. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ എമൗണ്ട്. ഇതിന് പകരമായിട്ട് 100 കണക്കിന് ലോട്ടറികൾ നമ്മുടെ ലോട്ടർ എന്ന് പറയുന്ന സൈറ്റിലുണ്ട്. ലോട്ടർ ഏജൻറ്റ്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനലും ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.